മെഡിക്കൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. വലിയൊരു ആശ്വാസമാണ്. അയ്യോ, ഭയങ്കര ആശ്വാസം. കാര്യം ഒരു കഷ്ടകാല സമയത്തൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു. ഞാൻ എൻ്റെ സൈഡിൽ ഞാൻ ഇന്നുവരെ ഡ്രൈവ് ചെയ്തിട്ടൊരു സൈക്കിളിൽ പോലും തട്ടിയിട്ടില്ല. എൻ്റെ സൈഡിൽ നിന്ന് ഒരു ആക്സിഡൻറ്റ് വന്നില്ല. കാര്യം ഞാൻ പതുക്കെയാണ് ഓടിക്കുന്നത്. ലോങ് ട്രിപ്പ് പോകാൻ ഡ്രൈവറുണ്ട്. ട്രിവാൻഡ്രത്ത് ക്ലബ്ബിലോ അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴാണ് ഞാൻ ഓടിക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് ആരിറങ്ങിയാൽ, ഇനി വെള്ളം അടിച്ച ഒരാൾ ഇറങ്ങിയാലും വരാൻ പറ്റില്ല. അവിടെ നിന്ന് ഒരു വിഷൻ ബ്രേക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ്. എല്ലാം നോക്കും. ഞാൻ നോക്കുമ്പോൾ ഒരു സൈഡിൽ വണ്ടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ എടുത്തു. അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന കാണാൻ പറ്റില്ല. അതിനുവേണ്ടി നിർത്തിയപ്പോഴാണ് ഇങ്ങനെ വന്ന് ഇടിച്ചത്. അതിന് വലിയ ന്യൂസായിരുന്നു. ഞാൻ 100 മീറ്റർ ഇഴച്ചുകൊണ്ട് പോയി. ഇതാണ് വണ്ടി. അപ്പം തന്നെ ഞാൻ മാറ്റി നിർത്തി വിളിച്ചു പറഞ്ഞു ആംബുലൻസ് ഇടപെടും. ഞാൻ ഇറങ്ങി ചെന്ന് ഇനി ആൾക്കാർ അടിച്ചു നൂത്ത സമയവശത്തിന് അതും കൂടെ കൊള്ളേണ്ടി വരും. അതുകൊണ്ടാണ് പോയത്. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഭാഗത്ത് നിന്നൊരു തെറ്റ്. പക്ഷേ ഈ അന്വേഷണം അവർ നല്ല രീതിയിലായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡ് എടുത്തു. ഇത് കൂടാതെ ഫോറൻസിങ്ങിന് ഒരു സെപ്പറേറ്റ് ബ്ലഡ് എടുത്ത് അയച്ചു. ഇത് കൂടാതെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ വന്നിട്ട് അവർ വൈകുന്നേരം 5 മണിയായിട്ടുള്ള ബാറിലെ വിഷ്വൽസ് നോക്കി. ഞാൻ പോകുന്ന പാസേജസ് എല്ലാം നോക്കി. അപ്പോൾ അത് തെറ്റുകാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു. പക്ഷെ അന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഭയങ്കര ടെൻഷനായിരുന്നു. ഉച്ചയ്ക്ക് CCTV വന്നതോടുകൂടിയാണ് ഞാൻ തെറ്റുകാരനല്ലെന്ന് മനസ്സിലായി. പിന്നെ കേസ് നടക്കണമല്ലോ, എന്നാലേ പാവം കുട്ടികൾക്കും ഇത് കിട്ടത്തുള്ളൂ, ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ. അങ്ങനെ സംസാരിച്ച അവർക്ക് ഒന്നുമില്ല. ഒരാളിനൊരു ഫ്രാക്ചറുള്ളൂ. അത് തന്നെ വലിയ ഭാഗ്യം. അവർക്ക് എന്തെങ്കിലും മാരകമായിട്ട് അപകടമോ അല്ലെങ്കിൽ എനിക്ക് ബമ്പറിലാണ് ഇടിച്ചത്. പക്ഷേ ഡോറിലാണ് ഇടിച്ചതെങ്കിൽ എൻ്റെയും കാര്യം കുഴപ്പത്തിലായേനെ. പക്ഷേ എന്നാലും ആ കുട്ടികളൊക്കെ രക്ഷപ്പെട്ടു. അത്രേ ഉള്ളൂ സംഭവം. എന്തായാലും വലിയ സന്തോഷം ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത്, അല്ലേ? അല്ലെങ്കിൽ ഇതൊരു കേസും കാര്യങ്ങളായിട്ട് ഇനിയും നിന്ന് പോയേനെ. ഇന്നിപ്പം തെറ്റിദ്ധരിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു ഒരു മോശം സമയത്തൂടെ കടന്നു പോയിരുന്നു. ആ സമയം അത് അസുഖം. അന്ന് ആ സമയത്ത് എനിക്ക് ചിക്കൻ കുനിയുണ്ട്. കൈ കാലൊക്കെ മുക്കാനൊക്കെ പറ്റിയൊരു ബുദ്ധിമുട്ടായിരുന്നു. എല്ലാം മാറി. ജീവിത സമയമൊക്കെ മാറി. ഇപ്പം ഞാൻ ഇവിടെ കണ്ണൂർ വന്ന് ഇറങ്ങിയിരിക്കുന്നതിന് ഇവിടെ കൊട്ടിയൂർ ശിവക്ഷേത്രത്തിൽ തൊഴാനാണ്. നാളെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പോൾ ഒന്ന് തൊഴാം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ വന്നിരിക്കുന്നത് തന്നെ. എന്തായാലും നിങ്ങളെ കണ്ടൊരു സന്തോഷം. അന്ന് എല്ലാവരും കൂടെ ഒക്കെ കുടഞ്ഞ്. എന്നാൽ ഇപ്പോൾ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഓരോ ചാനലുള്ളവരൊക്കെ എത്രയോ വർഷമായിട്ട് 50 വർഷമായിട്ട് സിനിമ നിൽക്കുന്ന ആളല്ലേ. എല്ലാവരും സുഹൃത്തുക്കളാണ്. പക്ഷേ ഒരു വാർത്ത വരുമ്പം അവർ നോക്കത്തില്ല ഇന്നാരാണ് ഫ്രണ്ടാണെന്നല്ല, അത് അവരങ്ങ് കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ അവർ സുഹൃത്ത് ബന്ധവും ബിസിനസ് ബന്ധവും ഒക്കെ വെച്ചിട്ട് ആരെയും വാർത്ത കൊടുക്കാൻ പറ്റില്ല. അതാണ്. പക്ഷേ ഇതേമാതിരി അന്ന് ഉച്ചയ്ക്ക് ശേഷം CCTV കിട്ടിയപ്പം ഈ പറഞ്ഞവരെല്ലാവരും തന്നെ ഇതാണ് സത്യം എന്ന് പറഞ്ഞാൽ അതും കാണിക്കാനൊരു മനസ്സുണ്ടായി അവർക്ക്. എന്തായാലും വലിയ സന്തോഷമല്ലായിരുന്നു. അങ്ങനെ അവസാനിക്കില്ലല്ലോ. കേസ് വേണം, അതിനൊരു പണിഷ്മെൻറ്റ് വരും. 2500 എന്തോ ഒരു ഫൈൻ അടയ്ക്കേണ്ടി വരും. അതെപ്പോഴും ഉണ്ടാവും. അത് വരും. അത് പക്ഷേ മാസങ്ങളെടുക്കും. കേസ് എടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഇൻഷുറൻസ് ഒന്നും കിട്ടത്തില്ലല്ലോ. അതെല്ലാം അതിൻ്റെ വഴിക്ക് നടക്കും. എന്തായാലും ആ കുട്ടികൾക്കും വലുതായിട്ടൊന്നും പറ്റിയില്ല. ഒരു കാലിന് ഒരു അത് തന്നെ ഭാഗ്യം.